ഒരു കൊറിയൻ ഡിഷായ കിംച്ചിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അത് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം, നമുക്കത് ഏതൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രഡീഷണൽ കിംച്ചി ഒരു ക്യാബേജ് വെച്ചിട്ടുള്ള ഡിഷാണ്. പക്ഷെ ഞാനിവിടെ ക്യാബേജിന് പകരം ക്യുക്കുംബറും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ട് ആ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ആദ്യം തന്നെ ക്യുക്കുംബറും ക്യാരറ്റും നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വളരെ കനം കുറഞ്ഞിട്ട് സ്ലൈസ് ചെയ്യണം. ഞാനിവിടെ ഈ ഒരു സ്ലൈസർ വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. നല്ല കനം കുറഞ്ഞിട്ട് നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ക്യുക്കുംബറിൽ നിറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം അതിനകത്തേക്ക് വീഴും. പക്ഷേ ഞാൻ ആ വെള്ളമൊന്നും ഡിസ്കാർഡ് ചെയ്യുന്നില്ല. ആ വെള്ളമൊക്കെ ഞാൻ യൂസ് ചെയ്യുകയാണ്, ഒഴിച്ച് കളയുന്നില്ല. ഉപ്പും കൂടി ചേർക്കുന്നതോടുകൂടി കുറച്ചും കൂടി അധികം വെള്ളം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ആ ക്യുക്കുംബറിൻ്റെ വെള്ളമൊക്കെ കിംച്ചിയിൽ യൂസ് ചെയ്യുക തന്നെയാണ്. ഈ റെസിപ്പി പിക്കപ്പ് ലൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഹോം മെയ്ഡ് കിംച്ചിയുടെ റെസിപ്പി കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ക്യുക്കുംബറും ക്യാരറ്റും സ്ലൈസ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സബോളയുടെ ഒരു പകുതി, പിന്നെ കുറച്ച് സോയ് സോസ്, പിന്നെ മീസോ പേസ്റ്റ് ഇവിടെ കൊറിയൻ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടിയതാണ്. അതുപോലെ ഒരു കൊറിയൻ ചില്ലി പൗഡർ, ഇതിന് ഗോച്ചുഗാരു എന്നാണ് പറയുന്നത്. ഇതും നമ്മളിവിടെ കൊറിയൻ ഷോപ്പിൽ വാങ്ങിയതാണ്. പിന്നെ ഒരു ആപ്പിളിൻ്റെ, നല്ല മധുരമുള്ള ഒരു ആപ്പിളിൻ്റെ ഒരു ചെറിയ കഷ്ണം. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആ മിക്സ് ചെയ്ത പേസ്റ്റ് പിന്നെ നമ്മൾ ക്യുക്കുംബർ ആൻഡ് ക്യാരറ്റിലിട്ട് മിക്സ് ചെയ്ത് നല്ലോണം കൈകൊണ്ട് എല്ലായിടത്തും മിക്സ് ചെയ്യുന്ന രീതിയിൽ കൈകൊണ്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ട് 1-2 ദിവസം പുറത്ത് കിച്ചൺ കൗണ്ടറിൽ വെച്ചേക്കണം. ഇവിടുത്തെ കാലാവസ്ഥ അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് ഞാൻ 2 ഫുൾ ദിവസം പുറത്തേക്ക് വെച്ചു. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 ദിവസം പുറത്ത് വെച്ചാൽ മതിയാവും. ഇതൊരു കിംച്ചി റൈസാണ്. നമ്മുടെ സാധാരണ വൈറ്റ് റൈസ്, ബസ്മതി റൈസിൽ നമ്മൾ കിംച്ചി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഫ്ലേവർ തരുന്ന ഒരു റൈസായിരുന്നു കിംച്ചി റൈസ്. അതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ കറികളും, തോരനും മെഴുക്കുവരട്ടിയും ചിക്കൻ കറിയൊക്കെ. പിന്നെ ഇതുപോലെ ഈ കിംച്ചി യോഗേർട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. കുറച്ച് യോഗേർട്ടും കുറച്ച് കിംച്ചിയും എടുത്തിട്ടൊരു പാത്രത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ മിക്സ് ചെയ്തത് നമ്മൾ ചോറിലിട്ട് മിക്സ് ചെയ്തിട്ടൊരു കിംച്ചി യോഗേർട്ട് റൈസ് പോലെ കഴിക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്താൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Thanks for watching.